ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു പ്രാവശ്യം കൂടെ അവസരം ലഭിച്ചു തോർന്ന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നാം എല്ലാവരും ഒരു പോരാട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധക്കളത്തിലാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ ഓട്ടമത്സരമാണ്. ഈ ജീവിതത്തിൽ, ഈ ഓട്ടമത്സരത്തിൽ പലരും വീഴുകയും പലരും ഓടുകയും പലരും ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുകയും ചിലരത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിന് 4-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പൗലോസ് ഈ ലേഖനം തിമോത്തിയോസിന് എഴുതുമ്പോൾ റോമൻ കാരാഗൃഹത്തിൽ 2-ാമത്തെ പ്രാവശ്യം തടവിൽ കിടക്കുകയാണ്. മാത്രമല്ല, തൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. ഇനിയും ഏത് സമയത്തും ഒന്നുകിൽ തൻ്റെ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ താൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നേക്കാം എന്ന് പൗലോസിന് നല്ലതുപോലെ അറിയാം. കാരണം ആ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. സ്തോത്രം. അതെ, തൻ്റെ ജീവിതം അവസാനിക്കാറായി എന്ന് വ്യക്തമായി ധാരണയുള്ള പൗലോസാണ് പറയുന്നത്: ഞാൻ നല്ല പോർ പൊരുതി. പൗലോസിൻ്റെ ഈ യുദ്ധം അത് വളരെ വ്യത്യസ്തമായിരുന്നു. സ്തോത്രം. സുഖകരമായ നല്ല പദവികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പാടുകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ കാത്തിരിക്കുമ്പോൾ അതിനുവേണ്ടി പൗലോസ് ഇറങ്ങിപ്പുറപ്പെട്ടത്. സ്തോത്രം. അതിനിടയിൽ തനിക്ക് നേരിട്ട എത്രയോ അനർത്ഥങ്ങളെക്കുറിച്ച്, ആപത്തുകളെക്കുറിച്ച് പൗലോസ് വിവരിക്കുന്നുണ്ട്. എന്നിട്ടും പൗലോസ് പറയുന്നു: ഞാൻ നല്ല പോർ പൊരുതി. അതെ, ഞാൻ ശരിക്കും വളരെ ശക്തിയോടെ ദൈവകൃപയാൽ യുദ്ധം ചെയ്ത് തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. സ്തോത്രം. നല്ല പോർ പൊരുതി എന്ന് പറഞ്ഞാൽ മറ്റുള്ള തൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയാതെ തന്നെ തടയാൻ ശ്രമിച്ച ധാരാളം പ്രതിസന്ധികൾ മുൻപിലുണ്ടായിരുന്നു. അവയെല്ലാം ദൈവത്തിൻ്റെ കൃപയാലും ധൈര്യത്താലും നേരിട്ട് പൊരുതിയാണ് താൻ ഇവിടെ വരെ എത്തിയതെന്ന് പൗലോസ് പറയുന്നു. 2-ാമത് പറയുന്നു: ഓട്ടം തികച്ചു. ഓട്ടം തികച്ചു എന്ന് പറയുമ്പോൾ I have finished the course. അതെ, ഏതായിരുന്നോ തൻ്റെ ഉദ്ദേശ്യം അത് താൻ പൂർത്തീകരിച്ചു. കർത്താവ് തന്നെക്കുറിച്ച് എന്താണോ ആഗ്രഹിച്ചത് ആ ലക്ഷ്യം താൻ പൂർത്തീകരിച്ചു. എന്നിട്ട് പറയുന്നു: വിശ്വാസം കാത്തു. I have kept the faith. ഈ ഓട്ടത്തിനിടയിൽ, ഈ പ്രയാണത്തിനിടയിൽ ധാരാളം പ്രതിസന്ധികൾ കടന്നു വന്നത് മൂലം പലപ്പോഴും ഓട്ടം നിർത്തിപ്പോകുവാനും ഈ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തുവാനും സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, തന്നെ വിളിച്ച കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് എത്രയധികം പ്രതിസന്ധികൾ മുൻപിലുണ്ടായാലും ശരി, അതിനെല്ലാം തരണം ചെയ്ത് ഓട്ടം തികയ്ക്കുമെന്ന് പൗലോസ് ഉറച്ച് വിശ്വസിച്ചു. സ്തോത്രം.
അതെ, തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കുവാൻ പൗലോസ് അനുവദിച്ചില്ല. പലരും ഓടുവാൻ തുടങ്ങിയിട്ട്, വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ചില ചെറിയ പ്രതിസന്ധികൾ കാണുമ്പോഴേ ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തുന്നവരാണ്. ദൈവത്തെ കുറ്റം പറഞ്ഞ്, മറ്റു പലതിനെയും പഴി പറഞ്ഞ്, മതി എന്ന് പറഞ്ഞ് നിർത്തി പോകുന്ന ധാരാളം പേരുണ്ട്. സ്തോത്രം. എന്നാൽ അവരുടെ മധ്യത്തിൽ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇത്രയധികം ത്യാഗങ്ങളും കഷ്ടതകളും സഹിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയെങ്കിൽ അപ്പോഴും വിശ്വാസം കാത്തു. അതെ, കർത്താവിന് തന്നിലുള്ള ഒരു വിശ്വാസം, പത്രോസിന് കർത്താവിലുള്ള വിശ്വാസം, തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വിശ്വാസം, അതിനൊന്നിനും ഒരു വിഘാതവും ഉണ്ടാകുവാൻ ഇടയാകാതെ ആ വിശ്വാസം കാത്തുകൊണ്ടാണ് പൗലോസ് തൻ്റെ ഓട്ടം തികച്ച് പൂർത്തീകരിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് പൗലോസിനുള്ളൊരു വലിയ പ്രത്യാശ, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതേ, പൗലോസിനറിയാം, ഞാൻ ഇത്രയധികം ത്യാഗങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചെങ്കിലും ഞാൻ എൻ്റെ ഓട്ടം കൃത്യമായി ഓടി തികച്ചതുകൊണ്ട് എനിക്കൊരു പ്രതിഫലമുണ്ട്. അതെ, എന്നെ കാത്ത് കർത്താവിൻ്റെ ഒരു വലിയ മെഡൽ, അല്ലെങ്കിൽ ഒരു ക്രൗൺ, ഒരു കിരീടം തനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അത് ഞാൻ പ്രാപിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. സ്തോത്രം. നീതിയുള്ള കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആ സമ്മാനം വാങ്ങിക്കുവാൻ, ആ കിരീടം വാങ്ങിക്കുവാൻ പൗലോസ് വളരെയധികം ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പൗലോസ് ഇങ്ങനെ കൂടെ പറയുന്നു, അത് എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ ലഭിക്കും. സ്തോത്രം. കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവൻ, കർത്താവ് വിളിച്ച വേർതിരിച്ച നാൾ മുതൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും പിന്തിരിഞ്ഞു പോകാതെ പൗലോസിനെ പോലെ വിശ്വാസ ജീവിതം തികച്ചവർ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഒടുവിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്നവർ, അവർക്കെല്ലാവർക്കും നീതിയുടെ കിരീടം ലഭിക്കുമെന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുന്നു. സ്തോത്രം. അനേക മനുഷ്യരും ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടാമെന്നുള്ള ഓട്ടത്തിലാണ് അവർ പ്രതീക്ഷ വച്ചിരിക്കുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു ദൈവ പൈതൽ പ്രതീക്ഷ വയ്ക്കുന്നത് ദൈവരാജ്യത്തിലെത്തി തനിക്കുള്ള പ്രതിഫലം നേടുന്നതിനെക്കുറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സ്തോത്രം. അപ്പം ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ഉണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ അതിനേക്കാളൊക്കെ അധികമായി നാം കാണേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. നാം പ്രതിസന്ധികളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ വ്യതിചലിച്ചു പോകും, നമ്മുടെ ലക്ഷ്യം നാം മറന്നു പോകും. എന്നാൽ ലക്ഷ്യമാണ് നാം മുൻപിൽ കാണുന്നതെങ്കിൽ പ്രതിസന്ധികളെ നാം തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനിടയായിത്തീരും. ഒരിക്കലും പ്രതിസന്ധികളെ കണ്ട് തളരുകയോ പതറുകയോ ചെയ്യാൻ പാടില്ല. വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മെ ശക്തീകരിച്ച് ഈ ഓട്ടം ഓടി സ്ഥിരതയോടെ അത് പൂർത്തീകരിച്ച് ലക്ഷ്യസ്ഥാനത്തിലെത്തുവാൻ പൗലോസിനെ പോലെ നമുക്കും നിശ്ചയമായും സാധിക്കും. അതിന് നമുക്ക് ഒരു ഉറച്ച വിശ്വാസവും ഒരു തീരുമാനവും വേണം. ആ തീരുമാനത്തോടും വിശ്വാസത്തോടും കൂടി ധൈര്യമായി നമുക്ക് ഓടാം. പൗലോസിനെ പോലെ പ്രതീക്ഷ കൈവിടാതെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ
നമുക്ക് ഉത്സാഹിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ വിളിച്ച ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിലെത്തി അതൊക്കെ പ്രാപിച്ച് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അല്ല കരിസ്മ പ്രയത്നിച്ചുള്ള എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവർ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, സഹായിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.